ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വാർത്താ സമ്മേളനം നടത്തുകയാണ്. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. തൊട്ട് നിയമസഭയ്ക്കകത്ത് നിരന്തരമായി ആവശ്യപ്പെടുന്ന കാര്യമാണിത്. താങ്കളോട് ചോദിച്ച ചോദ്യം ഇപ്പൊ ഏറ്റവും അവസാനം ഈ അപകടം നടക്കുന്നതിന് മുമ്പ് 2 ആഴ്ച മുമ്പ് അവസാനിച്ച നിയമസഭാ സമ്മേളനത്തിലും ഞങ്ങൾ ഗവൺമെന്റിനോട് പറഞ്ഞു, നിങ്ങൾ ക്ലൈമറ്റ് ചേഞ്ച് കാണുന്നില്ല, ക്ലൈമറ്റ് ചേഞ്ചിനെ നിങ്ങൾ അവഗണിക്കുന്നു, അപകടകരമായ രീതിയിൽ കേരളത്തിൽ ക്ലൈമറ്റ് ചേഞ്ച് വരിക. അതുകൊണ്ട് കേരളത്തിൽ ഏത് നയരൂപീകരണം ഉണ്ടായാലും ഏത് പോളിസി ഫ്രെയിം ചെയ്താലും അതിന്റെ പ്രധാന ഘടകം ഇതായിരിക്കണം, ക്ലൈമറ്റ് ചേഞ്ച് ആയിരിക്കണം. പുതിയ നിർമ്മിതികൾ, പുതിയ ഡെവലപ്മെന്റ് ആക്ടിവിറ്റികൾ ഇതെല്ലാം വരുമ്പോൾ പരിശോധിക്കപ്പെടണം. മാത്രമല്ല ഈ കോറിയിങ്ങിനെ കുറിച്ച് പറഞ്ഞു, അതിനൊരു എൻവയൺമെന്റ് ഓഡിറ്റിംഗ് വേണം. എത്ര എടുക്കാൻ പറ്റും, നമുക്ക് വേണ്ടി വരും സാധനങ്ങൾ, ഇല്ലാന്ന് പറയാൻ പറ്റില്ല. പക്ഷെ എത്ര എടുക്കാൻ പറ്റും, എത്ര കൂടുതൽ എടുത്താൽ അത് പശ്ചിമഘട്ടത്തിന് അപകടകരമാകും എന്നുള്ളൊരു ഓഡിറ്റിംഗ് കൂടി നടത്തിയിട്ട് മാത്രമാണ് ഇതിനെല്ലാം കൃത്യമായ റെഗുലേഷൻസ് വേണം, നിയന്ത്രണം വേണം. അല്ലാതെ അവിടെ പോയി കൃഷി ചെയ്യുന്ന പാവപ്പെട്ട കർഷകരല്ല പശ്ചിമഘട്ടത്തെ ദ്രോഹിക്കുന്നത്. പശ്ചിമഘട്ടത്തെ വേറെ തരത്തിൽ മുതലെടുക്കാൻ ശ്രമിക്കുന്ന ശക്തികളാണ്. അതൊന്നും ഇനി അനുവദിച്ചുകൂടാ. അത് അപകടത്തിലേക്ക് കേരളത്തെ നയിക്കും. ആ റിപ്പോർട്ട് തന്നെ അപ്രായോഗികമായ ഒരു റിപ്പോർട്ടാണ്. കാരണം ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായിട്ടാണ് യൂണിവേഴ്സിറ്റികളിൽ നിന്ന് പ്രീ ഡിഗ്രിയെ ഡീലിങ്ക് ചെയ്ത് പ്ലസ് 2 ഉണ്ടാക്കിയത്, ഹയർ സെക്കൻഡറി ആക്കിയത് ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായിട്ടാണ്. ഇപ്പൊ സെക്കൻഡറി സ്കൂളിനെയും ഹയർ സെക്കൻഡറിയെയും ഏകീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം അപ്രായോഗികമാണ്. ഒരു തരത്തിലുള്ള ചർച്ചയും നടത്തിയിട്ടില്ല. ഒരു അധ്യാപക സംഘടനകളുമായിട്ടോ പൊതുസമൂഹമായിട്ടോ പ്രതിപക്ഷമായിട്ടോ ഒന്നും ഒരു ആലോചന നടത്തിയിട്ടില്ല. ഖാദർ കമ്മിറ്റിയുടെ ഒരു ഇന്ററിം റിപ്പോർട്ട് ഏതാണ്ട് 2-3 കൊല്ലക്കാലം മുമ്പ് കൊടുത്തു, അവ്യക്തമായ റിപ്പോർട്ട്. അത് വെച്ച് തന്നെ ഇവർ പരിപാടി തുടങ്ങി. ഇപ്പൊ പൂർണ്ണമായ റിപ്പോർട്ട് വന്നപ്പോൾ അതിൽ നല്ല കാര്യമുണ്ടെങ്കിൽ ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്യാം. പക്ഷേ റിപ്പോർട്ട് നടപ്പാക്കുന്നതിന് മുൻപ് വിശദമായ ചർച്ച കേരളത്തിൽ അക്കാര്യത്തെക്കുറിച്ച് ഉണ്ടാകണം. കാരണം നിങ്ങളുടെ പരീക്ഷണശാലയല്ല കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം. ആ നിങ്ങളെടുക്കുന്ന തെറ്റായ വികലമായ എല്ലാ തീരുമാനവും കേരളത്തിന്റെ വിദ്യാഭ്യാസ പുരോഗതിയെ ഗൌരവതരമായി ബാധിക്കും. അതുകൊണ്ട് അത് നടപ്പാക്കുന്നതിന് മുമ്പും അതിലേതെല്ലാം നടപ്പാക്കാം, ഏതെല്ലാം നടപ്പാക്കരുത് എന്നതിനെക്കുറിച്ചുള്ള വിശദമായ ചർച്ച നിയമസഭയ്ക്കകത്തും പുറത്തും സർവകക്ഷി യോഗത്തിലും അധ്യാപക സംഘടനകളുടെ യോഗത്തിലും വിദ്യാർത്ഥികളോടും ഒക്കെ ആലോചിച്ചിട്ട് വേണം ചെയ്യാനെന്നാണ് ഞങ്ങളുടെ നിലപാട്. അല്ല, ഞങ്ങൾ ഇതുവരെ അത് PSCക്ക് വിടണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടില്ല. ഇതുവരെ ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടില്ല. അത് ഞങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല. ആവശ്യം നമുക്ക് വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യാം, അപ്പൊ നമുക്ക് ആലോചിക്കാം. റിപ്പോർട്ട് പ്രായോഗികമല്ല എന്നാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറയുന്നത്. അതോടൊപ്പം തന്നെ വയനാട്ടിലെ ദുരന്തവുമായി ബന്ധപ്പെട്ട പശ്ചിമഘട്ട സംരക്ഷണം എന്നത് ആവശ്യം തന്നെയാണ്. ആ മേഖലയിലേക്ക് അടക്കം കൂടുതൽ കടന്നുകയറ്റങ്ങൾ ഉൾപ്പെടെ തടയപ്പെടേണ്ടതുണ്ട് എന്നും പറയുന്നുണ്ട്. ഇപ്പോൾ